ഏതൊരു സിദ്ധാന്തവും പ്രവൃത്തി പദത്തിൽ വരുമ്പോഴാണ് ആർക്കെങ്കിലുമൊക്കെ അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്. മനുഷ്യരിൽ അഭിലഷണീയമായ മാറ്റമുണ്ടാക്കാത്ത സിദ്ധാന്തങ്ങൾ ഗുണമല്ല, ദോഷം മാത്രമാകുന്നു. ജീവസന്ദേശത്തിൻ്റെ വേദപഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. എഫേസ്യ ലേഖനത്തിൻ്റെ 3 വരെയുള്ള അധ്യായങ്ങളാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. വലിയ ഗൗരവത്തിലാണല്ലോ ഈ ക്ലാസ്സുകൾ എടുക്കുന്നതെന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകാം. ശരിയാണ്, വളരെ ഉന്നതമായ, ഗൗരവമേറിയ, സ്വർഗീയമായ കാര്യങ്ങളാണ് ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 4-ാം അധ്യായം മുതലുള്ള ക്ലാസ്സുകൾ നമ്മുടെ പ്രായോഗിക ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനർത്ഥം ഇത് ഗൗരവമുള്ളതല്ല എന്നല്ല. നമ്മുടെ ദൈനംദിന ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. എഫേസ്യ ലേഖനത്തിലെ ഒടുവിലത്തെ 3 അധ്യായങ്ങളിലെ വിഷയങ്ങൾ സഭയുടെ പെരുമാറ്റവും ക്രിസ്തുവിശ്വാസിയുടെ നടത്തവും ആകുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിശ്വാസിയുടെ ജീവിത രീതി. ഒരു ക്രിസ്തുവിശ്വാസിയുടെ സ്വർഗീയ വിളിയെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഇപ്പോൾ ഇനിയും നാം ഒരു ദൈവപൈതലിൻ്റെ ജീവിത രീതിയെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത്. ബിഹേവിയർ, അവൻ്റെ ഭൗമികമായ നടപ്പ്. യഥാർത്ഥ ക്രിസ്തുവിശ്വാസികളെ ഒരു കൂട്ടമായി സഭ എന്നാണല്ലോ നാം വിളിക്കുന്നത്. അവർ ക്രിസ്തുവിൽ സ്വർഗസ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. സഭയാകുന്ന ശരീരത്തിൻ്റെ തല ക്രിസ്തുവാകുന്നു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ നാം സഭയുടെ വിളിയും പണിയും അതിൻ്റെ ഭരണക്രമവും ഒക്കെയാണ് ചിന്തിച്ചത്. ഈ എഫേസ്യ ലേഖനത്തിൻ്റെ ഒടുവിലത്തെ 3 അധ്യായങ്ങളിൽ സഭയുടെ പെരുമാറ്റ രീതിയും ഏറ്റുപറച്ചിലും സഭയ്ക്കുള്ള പോരാട്ടവും ആണ് ചിന്തിക്കുവാൻ പോകുന്നത്. സഭ ഒരു പുതിയ മനുഷ്യനാണ്. ഭാവിയിൽ സഭ ഒരു മണവാട്ടിയായിരിക്കും. മാത്രമല്ല, സഭ യേശുക്രിസ്തുവിൻ്റെ ഒരു നല്ല പടയാളിയും കൂടിയാണ്. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ നാം മറുരൂപമലയുടെ ഉച്ചിയിലായിരുന്നു എന്ന് വേണം ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ പുതിയ നിയമത്തിലെ ആത്മീയ അനുഭവങ്ങളുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത്. അതുകൊണ്ടത്രേ നാം ആ അധ്യായങ്ങളിൽ വളരെയേറെ സമയം ചെലവഴിച്ചത്. ഈ ഒടുവിലത്തെ ഭാഗത്തേക്ക് നാം വരുമ്പോൾ ജീവിക്കുവാൻ പോകുന്ന താഴ്വരയിലേക്ക് ഇറങ്ങുകയാണ് നാം. ഇവിടെ ഈ താഴ്വരയിൽ അശുദ്ധാത്മാവ് ബാധിച്ച ലോകത്തെയും സംശയിക്കുന്ന ഒരു ജനകൂട്ടത്തെയുമാണ് നേരിടുവാൻ പോകുന്നത്. ഇവിടെയാണ് നാം ജീവിതത്തെ മുഖാമുഖം കാണുന്നത്. കാര്യങ്ങൾ അതിൻ്റെ ഉള്ള അവസ്ഥയിൽ കാണുന്ന രംഗം. മലമുകളിലെ സത്യങ്ങൾ ദൈനംദിന ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിന് പ്രസാദമാകും വണ്ണം ഈ ലോകത്തിലൂടെ നടക്കുവാനും ഇവിടെ നിൽക്കുവാനും നമുക്ക് സാധിക്കുമോ? നമ്മുടെ കർത്താവ് പറഞ്ഞു, നാം ലോകത്തിലാകുന്നു, എന്നാൽ ലോകക്കാർ അല്ല എന്ന്. ഈ എഫേസ്യ ലേഖനത്തിൻ്റെ മുഖവുര പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുമല്ലോ, വേദശാസ്ത്രപരമായി പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകത്തിനുള്ള സ്ഥാനമാണ് പുതിയ നിയമത്തിൽ എഫേസ്യ ലേഖനത്തിനുള്ളത് എന്ന്. ഈ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്ന സ്ഥാനത്തേക്കാണ് ഇപ്പോൾ നാം വന്നിരിക്കുന്നത്. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും മോശയോടുമെല്ലാം ദൈവം ചെയ്ത വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോശുവ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു. വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവനുള്ളതായിരുന്നു. അതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ യോർദാൻ കടത്തി വാഗ്ദത്ത ദേശത്ത് പ്രവേശിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയുടെ പ്രതീകമാണ് യോർദാൻ കടക്കുക എന്നത്. ക്രിസ്തു വിശ്വാസികൾ എന്ന നിലയിൽ ദൈവം നമ്മെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ എത്രേ താങ്കളും ഞാനും ഇന്ന് ജീവിക്കുന്നത്. കുറഞ്ഞത് പുനരുത്ഥാനത്തിൻ്റെ അവസ്ഥയിലെങ്കിലും ജീവിക്കണം.
ദേശത്തെ അനുഗ്രഹങ്ങൾ അനുഭവിക്കേണ്ടതിനും ആ ദേശം ആസ്വദിക്കേണ്ടതിനുമായി അവിടം യോശുവ അവകാശമാക്കേണ്ടതുണ്ട്. അവകാശമാക്കുക എന്നുള്ളതാണ് യോശുവയുടെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, പൊസസ്സിങ്. ശത്രുക്കളും മറ്റ് തടസ്സങ്ങളും തൻ്റെ മാർഗമധ്യേ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ യോശുവ അതിനെ അതിജീവിച്ച് അവിടം കൈവശപ്പെടുത്തണമായിരുന്നു. എഫെസ്യ ലേഖനത്തിൻ്റെ ആദ്യത്തെ പകുതിയിലെ താക്കോൽ വാക്ക് ക്രിസ്തുവിലെ സ്ഥാനം എന്നുള്ളതാണ്. സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം അവ നമുക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ അവ സ്വന്തമാക്കിയിട്ടാണോ നാം ഈ ലോകത്തിൽ നടക്കുന്നത്? ഇസ്രായേൽ മക്കൾക്ക് ആ ദേശം വാഗ്ദത്തം ചെയ്തിരുന്നു, സത്യമാണ്. അത് അവർക്ക് കൊടുത്തിരുന്നത് അപ്രകാരം തന്നെ ആയിരുന്നു. എന്നാൽ അവിടെ പ്രവേശിക്കുന്നത് വരെ അസാധ്യമായൊരു സ്ഥലമായിരുന്നു അത്. ദൈവം യോശുവയോട് അരുളി ചെയ്തു, നിന്റെ കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും മോശയോട് പറഞ്ഞതുപോലെ നിനക്ക് തന്നിരിക്കുന്നു എന്ന്. ദൈവം പറഞ്ഞു, യോശുവേ, ഇതെല്ലാം നിൻ്റേതാണ്. എന്നാൽ നീ കൈവശമാക്കുന്നത് മാത്രമേ നീ ആസ്വദിക്കൂ. അവകാശം കിട്ടി എന്ന് കണ്ട് ആസ്വദിക്കണമെന്നില്ലല്ലോ. ആസ്വദിക്കുവാൻ ആദ്യം അത് കൈവശപ്പെടുത്തണം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളിലേക്കും പ്രവേശിച്ച് അവ അവകാശമാക്കുവാൻ തക്കവണ്ണം ക്രിസ്തു വിശ്വാസിക്ക് പദവി ലഭിച്ചിരിക്കുകയാണ്, സംശയമില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെ ദൈവവചനത്താൽ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതത്രേ. ഇതുവരെ ഈ ലേഖനം നമുക്കുള്ള മഹത്വകരമായ കാര്യങ്ങൾ നമ്മോട് അറിയിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മുതൽ നാം ചെയ്യേണ്ട കൽപ്പനകൾ നമ്മോട് പറയുന്നത് കാണാം. അത്ര ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് വിളിച്ചിരിക്കുന്നവരെ ഇപ്പോൾ തങ്ങളുടെ വിളിക്ക് യോഗ്യമായ വിധത്തിൽ നടക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ചിലർ ഈ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് മാത്രം ഒതുങ്ങിക്കൂടി വലിയ ആത്മീയരെ പോലെ നടക്കാറുണ്ട്. അവർ എങ്ങും ആർക്കും തല കൊടുക്കില്ല. അവരുടെ ഭാഷ്യം തങ്ങൾ കാണപ്പെടാത്ത സഭയിലെ അംഗങ്ങളാകുന്നു എന്നത്രേ. തത്വജ്ഞാനം പറയുന്നത് കേട്ടാൽ അവരെ പോലെ അറിവുള്ളവരില്ല എന്ന് തോന്നും. ഭക്തി പറയുന്നത് അങ്ങ് കൊമ്പത്തേതാണ്. എന്നാൽ പ്രായോഗികമായ രംഗങ്ങളിൽ വെറും പൂജ്യം, വട്ടപൂജ്യം. അദൃശ്യമായ സഭ നമ്മുടെ സമൂഹത്തിൽ ദൃശ്യമാകത്തക്കവണ്ണം നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. എഫെസ്യ ലേഖനത്തിൻ്റെ പ്രായോഗിക ഭാഗത്തേക്ക് നാം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. സഭയുടെ ഈ ലോകത്തിലെ പെരുമാറ്റ രീതിയാണ് ഇവിടുത്തെ വിഷയം. 4-ാം അധ്യായത്തിൽ സഭ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. പുതിയ മനുഷ്യൻ തന്നെ തന്നെ ഇവിടെ പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. അദൃശ്യമായ സഭയുടെ അംഗങ്ങൾ തങ്ങളെ തന്നെ ദൃശ്യമാക്കേണ്ടതുണ്ട്. അവർ തങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തണം. അവർ ദൈവവചനം അറിയിക്കുന്നതിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമായി പറഞ്ഞിരിക്കുന്നതാണ് ഇനിയുമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, വീണ്ടും ജനനം പ്രാപിച്ചവരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു എന്ന് ചുരുക്കം. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ഇതുവരെ ഒരു ദൈവപൈതൽ ആയിട്ടില്ല എങ്കിൽ ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അനുസരിക്കുവാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്, ക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങൾ ഒരു ദൈവപൈതലാകണം. അവൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായി താങ്കൾ തീരണം. വീണ്ടെടുക്കപ്പെട്ടവർക്കും സത്യത്തിൻ്റെ വചനം അനുസരിച്ചവർക്കും വേണ്ടിയുള്ളതാണ് ഈ ലേഖനത്തിലെ തുടർന്നുള്ള കാര്യങ്ങൾ. എത്രമാത്രം നിർബന്ധിച്ചാലും എത്ര പ്രചോദനം നൽകിയാലും മരിച്ച മനുഷ്യന് നടക്കുവാൻ സാധ്യമല്ലല്ലോ. ഒന്നാമത് മരിച്ച മനുഷ്യൻ ജീവിക്കണം. അതിന് വേണ്ടത് ചെയ്യണം. നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്നാണല്ലോ പൗലോസ് 2-ാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിച്ചത്. നഷ്ടപ്പെട്ട സകലരുടെയും സ്ഥിതി അതത്രേ. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥൻ സെമിത്തേരിയിലേക്ക് ചെന്ന് ആജ്ഞ കൊടുക്കില്ല. കൊടുത്താൽ തന്നെ അവിടെ നിന്നും ആരും എഴുന്നേറ്റ് നടക്കുകയുമില്ല. അവർക്കൊന്നാമത് ജീവനുണ്ടാകണം. എന്തെങ്കിലും ഒന്ന് ചെയ്യുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് മരിച്ച മനുഷ്യരോട് മതങ്ങൾ പറയുന്നത് വിചിത്രമായി തോന്നാറില്ലേ?
ദൈവം പറയുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടാണ്. നിങ്ങൾ ആദ്യം ജീവൻ പ്രാപിക്കൂ, പിന്നെ വല്ലതും ചെയ്യുവാൻ കഴിയും എന്നത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ഒരു ദൈവ പൈതലല്ല എങ്കിൽ ഇനിയും പഠിക്കുന്ന ഭാഗം താങ്കൾക്ക് വേണ്ടി ഉള്ളതല്ല എന്ന് ഞാൻ പറയും. പിന്നെ ശ്രദ്ധിക്കുന്നതിനാൽ കുഴപ്പമില്ല, ഒരു തീരുമാനമെടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് അതിന് പറഞ്ഞത്. താങ്കൾ ഒരു ദൈവ പൈതലാകുമെങ്കിൽ ദൈവം താങ്കളിൽ നിന്നും ആവശ്യപ്പെടുവാൻ പോകുന്നത് എന്ത് എന്ന് താങ്കൾ ഇപ്പോൾ മനസ്സിലാക്കും. അതുമാത്രമല്ല, താങ്കളുടെ ചുറ്റുമുള്ള ദൈവമക്കളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത് എന്ത് എന്ന് പഠിക്കാവുന്നതുമാണ്. വല്ലവരുടെയും കാര്യം അങ്ങനെ അറിയുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കാര്യങ്ങൾ അറിയുന്നതല്ലേ? എന്നാൽ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. 4-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പീൻ. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ഒരു വിശ്വാസിക്ക് ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് നാം കണ്ടത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. വിശുദ്ധ പൗലോസ് ക്രിസ്തുവിൻ്റെ ഒരു ബദ്ധനാണ്. അതായത് അവൻ്റെ ക്രിസ്തുവിലുള്ള അവസ്ഥ കാരണമാണ് അവൻ ഒരു തടവുകാരനായിരിക്കുന്നത്. ജാതികളോട് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു എന്നതിനാൽ ഒരു തടവിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ ക്രിസ്തുവിൽ ആയിരിക്കുവാൻ പൗലോസിന് സാധിക്കുന്നു എന്നത് ചിന്തിപ്പിക്കുന്ന വിഷയമാണല്ലേ. പൗലോസ് പറയാണ്, ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പീൻ എന്നത്രേ. റോമാലേഖനം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്ന ആ പദവും ഇതുതന്നെയാണ്, പ്രബോധിപ്പിക്കുന്നത്. സീനായ് മലയിൽ ഇടിമിന്നലിലും തീയിലും കണ്ട കൽപ്പന അല്ലിത്, പിന്നെയോ സ്നേഹത്തിൻ്റെ ശാന്തമായ പ്രബോധനം. റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് 12-ാം അധ്യായത്തിൽ, അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നാം നമ്മുടെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. നമുക്ക് ക്രിസ്തുവിലുള്ള സ്ഥാനത്തോട് പൊരുത്തപ്പെടുന്ന വിധം ഒരു നടക്കുവാനാണ് ഈ വിളി. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നു, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏകമനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ. വീണ്ടും പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണം. ഒരു ദൈവ പൈതലിൻ്റെ നടപ്പിന് മാതൃകയായി പൗലോസ് തൻ്റെ ജീവിതം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുവാൻ പൗലോസ് യാചിക്കുകയാണ്. ജനങ്ങൾ ഒരുപക്ഷെ താങ്കളോട് ഇതേക്കുറിച്ച് പറഞ്ഞെന്ന് വരില്ല. എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ താങ്കൾ ഒരു യഥാർത്ഥ ദൈവ പൈതലായി തീർന്നുവോ എന്ന് ജനങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ വിലയിരുത്തുവാൻ അവർക്ക് സാധിക്കുന്ന ഒരേ ഒരു വിധം താങ്കളുടെയും എൻ്റെയും പെരുമാറ്റമാണ്, നടപ്പാണ്. താങ്കൾ എങ്ങനെ നടക്കുന്നു എന്നതിൽ കൂടുതലായി താങ്കൾ എവിടെ നടക്കുന്നു എന്നതാണ് മനുഷ്യർ കാണുന്നത്. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതി, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വെളിച്ചത്തിൽ നടക്കുക എന്നാൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്നാണ്. ദൈവവചനവുമായി ഓരോ ദിവസവും താങ്കൾ എത്ര സമയം ചെലവഴിക്കാറുണ്ട്? നിങ്ങൾ എത്ര സമയം ദൈവവചനത്തിൽ ചെലവഴിക്കുമെന്ന കാര്യം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കറിയാം. മാത്രമല്ല നിങ്ങളുടെ അയൽക്കാർക്കും അറിയാം, സഭയിലെ കൂട്ടുവിശ്വാസികൾക്കും അറിയാം, കൂടെ ജോലി ചെയ്യുന്നവരും അത് മനസ്സിലാക്കും.
അവരോട് പറയണ്ട, നിങ്ങളുടെ പെരുമാറ്റ രീതികൾ കൊണ്ട് അവരത് മനസ്സിലാക്കും. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നടക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കണം. അങ്ങനെ ദൈവവചനത്തെ അവഗണിച്ചതിനാലാണ് ക്രിസ്തുവിശ്വാസികളുടെ നടപ്പ് കണ്ട് മറ്റുള്ളവർ പരിഹസിക്കുന്നത്. പറയുന്നതുമായി ഒരു ബന്ധവുമില്ലാത്തതുപോലെയുള്ള ജീവിതമാണ് പലരുടേതും. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിത രംഗങ്ങളിൽ അത് പ്രതിഫലിപ്പിക്കും, അതിൽ തർക്കമില്ല. ദൈവവചനം പഠിക്കുവാൻ മക്കൾക്ക് അവസരമുണ്ടാക്കാത്ത മാതാപിതാക്കന്മാർ അവരിൽ നിന്ന് തന്നെ അതിൻ്റെ വിപരീത ഫലം കൊയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. പൗലോസ് ഇവിടെ അവരെ പ്രബോധിപ്പിക്കുന്നത് അവരുടെ വിളിയുടെ അടിസ്ഥാനത്തിലാണ്. എഫെസിയിലെ ജനങ്ങൾ ദൈവകൃപയുടെ വ്യവസ്ഥിതിക്ക് കീഴിലാണ് എന്നവൻ വിവരിച്ചതേ ഉള്ളൂ. അത് പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും 4-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം കൂടി നമുക്ക് നോക്കാം. 2-3 വാക്യങ്ങൾ. സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. വിനയം എന്നാൽ താഴ്ത്തിക്കൊണ്ടുവന്ന ഒരു മനസ്സ് എന്നാണ് അർത്ഥം. താൻ പ്രസംഗിച്ചത് അതുപോലെ പ്രാവർത്തികമാക്കിയ ഒരുവനായിരുന്നു വിശുദ്ധ പൗലോസ്. അഹങ്കാരത്തിൻ്റെ എതിരാണല്ലോ വിനയം, താഴ്മ. നമുക്കിന്ന് എത്രയേറെ ആവശ്യമുള്ളൊരു സ്വഭാവ സവിശേഷതയാണ് ഈ വിനയം. തന്നെത്താൻ ചെറുതാണെന്ന് വിചാരിക്കുന്നത് വിനയമല്ല. 6 അടി പൊക്കമുള്ള മനുഷ്യൻ 4 അടിയായി കുനിഞ്ഞു നടക്കുന്നത് കൊണ്ട് വിനയമാകില്ല. വേഷവിധാനത്തിൽ വിനയമുള്ളവരാകുന്നു എന്ന് കാണിക്കുവാനും പാടുപെടുന്നവരുണ്ട്. എന്നാൽ ഈ പറഞ്ഞതെല്ലാം വിനയത്തിൻ്റെ വേഷത്തിലുള്ള നിഗളമാണ്. ഓർക്കണം, നമ്മുടെ ഒന്നുമില്ലായ്മയെപ്പറ്റിയുള്ള അവബോധമാണ് വിനയം. വിനയം ഉള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുവാൻ കഴിയൂ. നമ്മെ നാം ആയിരിക്കുന്നതിനേക്കാൾ താണതായി മറ്റുള്ളവർ കണക്കാക്കിയാൽ പരാതി പറയാതിരിക്കുകയും പരിഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് സാക്ഷാൽ വിനയത്തിൻ്റെ ലക്ഷണം. പലപ്പോഴും നാം സകല ക്ഷമയും നഷ്ടപ്പെട്ടവരായി പ്രതികരിക്കുന്നത് മറ്റുള്ളവർ നമ്മെ വേണ്ടതുപോലെ ഗൗനിച്ചില്ല എന്ന് തോന്നുമ്പോഴല്ലേ? നമ്മുടെ നിർബന്ധം കൊണ്ട് അങ്ങനെ ആരെങ്കിലും നമ്മെ ആദരിച്ചാൽ അതിലെന്താണൊരു രസം? നമ്മുടെ ഇടയിൽ ഇന്ന് ബുദ്ധിരാക്ഷസന്മാർ ദൈവവചനം പ്രസംഗിക്കുവാനായി ധാരാളമുണ്ട്. എന്നാൽ വിനയത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്നവരെയാണ് ഇന്ന് ആവശ്യം. വളരെ അറിയാമെന്ന ചിന്തയിൽ ഒരു കുഴപ്പവുമില്ലാത്തത് വിളമ്പി അഹങ്കാരത്തോടെ കഴിയുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടെന്നത് സത്യമാണ്. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. പട്ടണത്തിലെ ഒരു വലിയ പള്ളിയിൽ പ്രസംഗിക്കുവാൻ അവസരം കിട്ടിയ ഒരു യുവ പ്രസംഗകനെക്കുറിച്ച്. ഒരു പ്രസംഗമൊക്കെ മനപ്പാഠം പഠിച്ച് വലിയ ആളെന്ന ഭാവത്തിൽ പ്രസംഗപീഠത്തിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴാണ് മുൻപിലിരിക്കുന്ന പട്ടണത്തിലെ പ്രഗത്ഭരായ ആളുകളെ കണ്ടത്. പഠിച്ചതെല്ലാം മറന്നുപോയ അയാൾ ലജ്ജിതനായി താഴേക്ക് വരുമ്പോൾ പ്രായമുള്ളൊരമ്മച്ചി പറയുന്നത് കേട്ടു. അയാൾ ഇറങ്ങി വന്നപ്പോൾ ഉള്ള ഭാവത്തോടെ കയറിപ്പോയിരുന്നെങ്കിൽ തീർച്ചയായും കയറിപ്പോയ ഭാവത്തോടെ ഇറങ്ങി വരാമായിരുന്നു എന്ന്. എത്ര വാസ്തവമില്ലേ? എല്ലാ ക്രിസ്തീയ സ്വഭാവ സവിശേഷതകളുടെയും മുൻപിൽ നിൽക്കുന്നതാണ് ഈ വിനയം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീനെന്ന് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു. വിനയം നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവമാണ്. അവൻ പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. ദൈവമക്കൾ എന്ന് പറയുന്ന അനേകർക്കും ഇന്ന് തങ്ങളുടെ വംശത്തിൻ്റെ കാര്യത്തിൽ നിഗളമാണ്, അല്ലെങ്കിൽ ദേശത്തിൻ്റെ കാര്യത്തിൽ നിഗളമാണ്. പലരും തങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നിഗളിക്കുകയാണ്. ഇനിയും വേറൊരു കൂട്ടരുണ്ട് തങ്ങൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്നതിൽ പോലും അങ്ങ് അഹങ്കരിക്കുന്ന മനോഭാവമാണ്. വിനയത്തോടെ നാം നടക്കേണ്ടത് ഇന്ന് എത്രമാത്രം അത്യാവശ്യമായ ഒരു കാര്യമാകുന്നു. നമുക്ക് വരം ലഭിച്ചിട്ടില്ലാത്ത എത്രയെത്ര കാര്യങ്ങൾ ചെയ്യുവാൻ നാം ഇടിച്ചു കയറി ചെല്ലുന്നുണ്ട്.
അത് മറ്റുള്ളവരെ മുഷിപ്പിക്കുന്നു എന്നോ അവർക്ക് നാം തലവേദനയാകുന്നു എന്നോ പോലും ചിന്തിക്കാറില്ല എന്നതാണ് സത്യം. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ സംഗീത സംവിധായകനും പിയാനോയിസ്റ്റുമായി അറിയപ്പെടുന്ന ബീഥോവൻ്റെ ജർമ്മനിയിലെ ഭവനം സന്ദർശിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. അവരുടെ ഗൈഡ് ഈ ബീഥോവാൻ ഉപയോഗിച്ചിരുന്ന പിയാനോ കാണിച്ചിട്ട് ചോദിച്ചു, ആർക്കെങ്കിലും ഈ പിയാനോ വായിക്കണം എന്ന് തോന്നുന്നുവോ എന്ന്. പിന്നെ എല്ലാവരും കൂടി ഒരു തള്ളായിരുന്നു. എന്നാൽ തോളറ്റം നീളമുള്ള നരച്ച തലമുടിയുള്ള പ്രായമായ ഒരു മനുഷ്യൻ അവിടെ മാറി നിന്ന് എല്ലാവരുടെയും തള്ള് കാണുന്നുണ്ടായിരുന്നു. എല്ലാവരും കഴിഞ്ഞപ്പോൾ ആ ഗൈഡ് ഈ മാറി നിന്ന പ്രായമുള്ള മനുഷ്യനോട് ചോദിച്ചു, എന്തേ നിങ്ങൾ മാറി നിൽക്കുന്നു, ഒരു കൈ നോക്കരുതോ? അതിന് അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്കതിനുള്ള യോഗ്യതയില്ല. അതാരായിരുന്നു എന്ന് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത്. പോളണ്ടിലെ മുൻ പ്രധാനമന്ത്രിയും ലോകപ്രശസ്തനായ പിയാനോയിസ്റ്റുമായിരുന്ന പദേർസ്കി. 4 ആളെ കൂട്ടുവാൻ എനിക്കില്ലാത്ത വരമുണ്ടെന്ന് പരസ്യം ചെയ്ത് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ അഹങ്കാരത്തിൽ നിന്നുമല്ലേ? ഏതായാലും അങ്ങനെയുള്ളതിന് വിനയം എന്ന് പറയുവാൻ സാധ്യമല്ലല്ലോ. പാടുവാൻ കഴിവില്ലാത്തവൻ പാടരുത്, വേറെ വല്ല കഴിവുകളും ഉള്ളത് വിനിയോഗിക്കണം. സഭയിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനായി ആളുകളെ കിട്ടുന്നില്ല എന്ന പരാതി വളരെ കേൾക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ മറുവശം എന്തെന്നാൽ തങ്ങൾക്കില്ലാത്ത വരമുണ്ടെന്ന് കാണിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കൂടുതലും. അതുകൊണ്ട് ചെയ്യേണ്ട പണി ചെയ്യാൻ ആളില്ല. നാം വിനയത്തോടെ നടക്കേണ്ടവരാണ്. ഇവിടെ നാം വായിക്കുന്നത് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും. സൗമ്യത എന്നാൽ സാവധാനം പ്രവർത്തിക്കുന്ന എന്ന അർത്ഥമുണ്ട്. എന്നാൽ അതിന് ബലഹീനത എന്ന അർത്ഥമില്ല. ദൈവത്തിൻ്റെ നടത്തിപ്പുകളിൽ പിറുപിറുക്കാതെയും മനുഷ്യർ നിർദ്ദയമായി ഇടപെടുമ്പോൾ പ്രതികാര ചിന്തയില്ലാതെ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് സൗമ്യത. സൗമ്യതയുടെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള 2 വ്യക്തികളാണ് തിരുവചനത്തിലുള്ളത്. പഴയ നിയമത്തിൽ അത് മോശയും പുതിയ നിയമത്തിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമാകുന്നു. ചില സമയത്ത് ആ വിലയിരുത്തൽ തെറ്റിപ്പോയില്ലേ എന്ന് താങ്കൾ ചിന്തിച്ചേക്കാം. ആ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുന്നതായ മോശയെ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. അവൻ്റെ 2 കൈകളിലും ഇരുന്ന കൽപ്പലകൾ 2ഉം അവൻ എറിഞ്ഞുടച്ചു കളഞ്ഞു. എന്നിട്ട് അവൻ അഹരോനോടും ഇസ്രായേൽ മക്കളോടും പറഞ്ഞ വിധം കേട്ടാൽ താങ്കൾ മോശയെ സൗമ്യതയുള്ളവൻ എന്ന് വിളിക്കുമോ? എന്നാൽ ദൈവം അവനെ അങ്ങനെയാണ് വിളിച്ചത്. യെരുശലേം ദേവാലയത്തിലേക്ക് ചെന്ന് പൊൻവാണിഭക്കാരെയും മറ്റ് കച്ചവടക്കാരെയും അടിച്ചു പുറത്താക്കിയ ക്രിസ്തുവിനെ തങ്ങൾ സൗമ്യതയുള്ളവനെന്ന് പറയുമോ? അതെ, അവൻ അങ്ങനെ തന്നെയായിരുന്നു. സൗമ്യതയ്ക്ക് ലോകം ഒരു നിർവചനം നൽകിയിട്ടുണ്ട്. എന്നാൽ അതിന് ബലഹീനതയുമായി വളരെ സാമ്യമുണ്ട്. നൽകേണ്ട വില എന്തായിരുന്നാൽ തന്നെ ദൈവഹിതത്തിനായി നിന്ന് അത് ചെയ്യുവാനുള്ള മനസ്സിനെയാണ് ബൈബിളിൽ സൗമ്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവഹിതത്തിന് താങ്കളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് സൗമ്യത. നാം പിന്നെ വായിക്കുന്നത് ദീർഘക്ഷമയോടും കൂടെ. ദീർഘക്ഷമ എന്നാൽ ദീർഘമായി കോപിക്കുക എന്ന് ആരോ പറഞ്ഞു. കോപം ദീർഘിച്ച് നിൽക്കുമെന്നല്ല, കോപിക്കുവാൻ വൈകും എന്നത്രേ. നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങളിൽ കോപിക്കാതെ, പ്രതികാരത്തിന് മുതിരാതെ സഹനശക്തി വെളിപ്പെടുത്തുന്നതാണ് ദീർഘക്ഷമ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ എടുത്തു ചാടി കോപിക്കരുതെന്ന്. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക എന്ന്. ഇത് പറഞ്ഞാൽ ഒരു വ്യക്തി സ്നേഹത്തിൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കുക എന്നാണ്. അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീനെന്ന് പൗലോസ് പറയുന്നു. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ എന്നാണ്. നാം ഒന്നായിത്തീരണമെന്ന് കർത്താവായ യേശു പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞത്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ
യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഒരു ശരീരത്തിലേക്ക് സ്നാനം കഴിപ്പിച്ചിരിക്കുന്നു. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു എന്ന് നാം വായിച്ചു. പരിശുദ്ധാത്മാവ് അങ്ങനെ ഉണ്ടാക്കിയ ഐക്യത ഇപ്പോൾ വിശ്വാസികൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ഐക്യത ഉണ്ടാക്കുവാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടാക്കി അതിലൂടെ ഈ ഐക്യത നിർബന്ധപൂർവ്വം ഉണ്ടാക്കുവാനും സാധ്യമല്ല. പരിശുദ്ധാത്മാവ് മാത്രമാണ് ആ ഐക്യത ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നതത്രേ. ക്രിസ്തുയേശുവിലുള്ള ഓരോ വിശ്വാസിയും ഒരു ശരീരത്തിൻ്റെ അവയവമാകുന്നു. നാം ക്രിസ്തുവിൽ ഒന്നാകുന്നു എന്ന് നാം ഗ്രഹിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടയിലെ ഐക്യത ഇല്ലാതാക്കുന്ന സകലത്തെയും നമുക്ക് ഉപേക്ഷിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റ് അവയവങ്ങൾക്ക് ക്ഷതം വരുത്താതെയും ക്രിസ്തുവിൻ്റെ ശരീരത്തിന് മുറിവുണ്ടാക്കാതെയും നമുക്ക് ശ്രദ്ധിക്കാം. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. അവിടുത്തെ കൽപ്പനകൾ ആത്മാവും ജീവനുമാകുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതാകുന്നു അവനോടുള്ള സ്നേഹം. നാം മക്കളാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ദൈവത്തെ അനുസരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റെടുത്തുകൊണ്ട് എന്നോട് പഠിപ്പിക്കും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-30 വാക്യങ്ങൾ. നമ്മളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകാം. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ വിളിച്ചാലും കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.